ഗൈസേ നമുക്ക് ഇന്ന് ഈ ഒരു ടീഷർട്ടും കൂടിയിട്ട് വേറൊരു ടീഷർട്ട് ഉണ്ടാക്കിയെടുത്താലോ. ഈ ടീഷർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പഴയൊരു ടീഷർട്ടായിരുന്നു കേട്ടോ. ഈ യെല്ലോ ടീഷർട്ട് അത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ട് അതങ്ങ് കുറച്ചങ്ങ് കേടന്ന് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രണ്ട് ടീഷർട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ടീഷർട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ യെല്ലോ ടീഷർട്ടിൻ്റെ നെക്കാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി ഒന്നും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ നെക്ക് അതന്നെ ചൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഈ ഒരു വരയ്ക്കുന്നത് പോലെ വരുന്ന രീതിയിൽ എവിടേക്കാണോ കട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ഓരോ ടീഷർട്ടിൻ്റെ ആ ഒരു ഡിസൈൻസ് നോക്കിയിട്ട് ഇതിലിപ്പോൾ എനിക്ക് ഇങ്ങനെ വെർട്ടിക്കലി അല്ലേ ഇത് ഹൊറിസോണ്ടലി വരുന്ന രീതിയിലൊരു ലൈനല്ലേ വരുന്നത്. അപ്പം ഞാൻ ആ ലൈനിനെ എടുത്തിട്ട് വെർട്ടിക്കലി വരുന്ന രീതിയിലൊക്കെ വെക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടീഷർട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ടീഷർട്ടിൽ എവിടേക്കാണ് ആ പ്രിൻ്റ്, എന്തൊക്കെയാണ് ആ ടീഷർട്ടിൽ എവിടേക്കാണ് കേടുള്ളത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളത് സെറ്റാക്കിയിട്ട് എടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ വരുന്ന രീതിയിൽ 2 പോർഷനും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നെക്കിൽ തന്നെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ആ കുറച്ച് പോർഷൻ കട്ട് ചെയ്തിട്ട് പിന്നെ ബാലൻസ് വരുന്നതും കൂടെ ഒക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഏതൊക്കെ പീസസാണ് കട്ട് ചെയ്തത്. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഓരോന്നെടുത്ത് സ്റ്റിച്ച് ചെയ്യാനും സുഖമാണ്. ഇതിപ്പോൾ ഞാൻ സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് ഞാൻ ഫുള്ളി അങ്ങനെ കട്ട് ചെയ്ത് അതിലിങ്ങനെ ആ ഒരു മെറ്റീരിയൽ മുകളിലൂടെ വരുന്ന രീതിയിലാട്ടോ അധികം ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറ്റാത്തത് മാത്രമാണ് അല്ലാതെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അതുപോലെ ഞാൻ ആ സ്ലീവിൽ കണ്ടോ ആ യെല്ലോ പീസ് ഞാൻ ആ ഒരു ബ്ലൂ ക്ലോത്തിൻ്റെ മുകളിലൂടെയാണ് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ആ 2 ക്ലോത്തും കൂടെ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ഞാൻ എല്ലാ പീസുകളും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ പ്രസ് അടി അടിച്ചാൽ, അതായത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ, ഇങ്ങനെ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ അടിച്ചെടുക്കാം. അങ്ങനെ അടിക്കുമ്പോൾ ചില ഭാഗത്തൊക്കെ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണോ നല്ലത്, എവിടേക്കാണോ അത് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് പ്രസ് അടിയൊക്കെ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു ഡിസൈനാവും അതുണ്ട്. അപ്പോൾ സ്ലീവ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഈ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതെന്താ വെച്ചാൽ അതിങ്ങനെ മടക്കി അടിക്കാനൊന്നുമില്ല. പിന്നെ അതിൻ്റെ നൂലിങ്ങനെ പിന്നി പോരുക അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് അടിച്ചു വെച്ച. ഇതെങ്ങനെയുണ്ട്, ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് ചോദിച്ചാൽ മതി. കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ.